ഇന്ന് നമ്മളുള്ളത് തമിഴ്നാട്ടിലെ ഒരു അടിപൊളി ഒരു വാട്ടർഫാൾസിലാണ്. എത്ര പേർക്ക് ഈ വാട്ടർഫാളിനെ കുറിച്ച് അറിയുമെന്നറിയില്ല. ഞാനും ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഞാൻ വന്ന് കണ്ട് ഞെട്ടിപ്പോയി. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ തൃപ്പരപ്പ് വാട്ടർഫാൾസ് എന്നാണ് ഈ ഒരു വാട്ടർഫാളിൻ്റെ പേര്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഈ ഒരു വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും ഞാനും പ്ലാൻ ചെയ്തൊന്നും വന്നതല്ല കേട്ടോ ഈ ഒരു വാട്ടർഫാൾ കാണണം. ഞങ്ങൾ കന്യാകുമാരി പോകുന്ന വഴിക്ക് ഇങ്ങനൊരു വാട്ടർഫാൾ ഉണ്ടെന്ന് അറിഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. പക്ഷേ ഞെട്ടിച്ച് കളഞ്ഞോട്ടോ ഇവിടെ വന്നപ്പോഴത്തേക്കും. നമുക്ക് വണ്ടി വന്ന് പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു സൗണ്ട് കേൾക്കായിരുന്നു. ഞാൻ കരുതി നമ്മുടെ നോർമലി പാലരുവി കുറ്റാലം പോലെയൊക്കെയുള്ള മോളിൽ നിന്നുള്ള ഒരു വാട്ടർഫാൾ ആയിരിക്കുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. അമ്മാതിരി കാണാൻ അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫാളാണ് കേട്ടോ അത്. സാധാരണ ഒരു വാട്ടർഫാൾ നമ്മൾ കാണാൻ പോകുമ്പോഴത്തേക്കും ഒരു മലയുടെ മുകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പാറയുടെ മുകളിൽ നിന്നോ വെള്ളം ഇങ്ങനെ വീഴുന്നൊരു കാഴ്ച മാത്രമാണ്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ കണ്ടില്ല, ആ വാട്ടർഫാളിനൊക്കെ അടുത്തേക്ക് പോകാനായിട്ട് രണ്ട് സൈഡിലും ബാംബൂസിൻ്റെയൊക്കെ ഡിസൈനിൽ വെച്ച് നമുക്ക് നടന്നു പോകാനൊരു വഴിയും, പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ആ രണ്ട് സൈഡിലും കാണുന്ന ചെടികൾ കണ്ടോ വെട്ടി അടിപൊളിയായിട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടന്നിട്ട് നമ്മളെപ്പോഴും പോകുന്ന കന്യാകുമാരി റൂട്ടായിട്ടും ഈ ഒരു വാട്ടർഫാൾ അറിയാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായി പോയി കേട്ടോ. വീഡിയോ കാണുന്ന കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. ശരിക്കും ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വാട്ടർഫാളിനെ കുറിച്ച് കേൾക്കുന്നതും നേരിട്ട് വന്ന് കാണുന്നത്. നമ്മളിത് ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് സൗണ്ട് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. പിന്നെ ആ ഗാർഡനിങ് ഒക്കെ ആ വാട്ടർഫാളിൻ്റെ തൊട്ടടുത്ത് വരെ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പോകുമ്പം ഇതിൻ്റെ തൊട്ടടുത്തോ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഒത്തിരി ഷോപ്പുകളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരിക്കും. പക്ഷേ ഇതിൻ്റെ വാട്ടർഫാളിന് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഷോപ്പുകളൊക്കെ ഒരു പകുതി ഭാഗം വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴിയും രണ്ട് സൈഡിൽ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുക കേട്ടോ. നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴത്തേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് കേട്ടോ. ഭയങ്കര ഒരു ആംബിയൻസ് കേട്ടോ ഇവിടെ എത്തുമ്പോഴത്തേക്കും. പുതിയ പുതിയ വീഡിയോകളൊക്കെ കണ്ടിരിക്കാനും പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാനും ഭയങ്കര രസമാണല്ലേ. പക്ഷേ ഇവിടെ പോയി ഇത് ഷൂട്ട് ചെയ്യാനും അങ്ങനെ യാത്രയൊക്കെ ചെയ്തു തരാനും കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത് കേട്ടോ. നമ്മളിത് ഈ ഒരു ഭാഗത്തേക്ക് എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഈ വെള്ളച്ചാട്ടത്തിനകത്ത് നിന്ന് ചെറിയ ജലകണങ്ങൾ നമ്മുടെ പുറത്തേക്ക് ഇങ്ങനെ കാറ്റടിച്ച് വന്ന് വീഴുന്നത് നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് ആളുകൾ ഇതേ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന് ഒരു ശിവക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളം വീഴുന്നതിൻ്റെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി ടൈം പോകും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പോകേണ്ടതുകൊണ്ട് ഇവിടെ നിന്ന് കണ്ടിട്ടൊക്കെ പോവാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് വരാനുള്ള ലൊക്കേഷൻ തപ്പി നടക്കേണ്ട. ഗൂഗിളിൽ കറക്റ്റ് തൃപ്പരപ്പ് വാട്ടർഫാൾ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. നമുക്ക് ഈ വാട്ടർഫാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്താം. നല്ലൊരു പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് സേഫായിട്ട് വണ്ടിയൊക്കെ ഇട്ടിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു എൻട്രി ഫീസ് വരുന്ന ഒരു 5 രൂപ എൻട്രി ഫീസും, അതുപോലെ നമുക്ക് ക്യാമറ ഉണ്ടെങ്കിൽ ഒരു 30 രൂപ ക്യാമറയ്ക്കും ചാർജ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടിങ്ങും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കാണാം രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ സൈഡൊക്കെ കെട്ടി സേഫാക്കി കുറേ ആൾക്കാർ ഇറങ്ങി നിന്ന് കുളിക്കുന്നത് കാണാം നമുക്ക് കേട്ടോ. ഇവിടെ ജെൻസിനും അപ്പുറത്ത് ലേഡീസിനുമായിട്ടാണ് രണ്ടായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സേഫായിട്ട് നമുക്ക് ഇവിടെ വന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. രണ്ട് സൈഡും വേലിയൊക്കെ കെട്ടി സേഫായിട്ട് വെച്ചിട്ടുണ്ട്. ഒത്തിരി കുട്ടികളും വലിയ ആൾക്കാരും ഫാമിലി ആയിട്ടും ഒക്കെ വന്ന് ഒരുപാട് പേര് ഇവിടെ കുളിക്കുന്ന കാണാം. എനിക്ക് തോന്നുന്നു മലയാളീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ കൂടുതലും ആൾക്കാർ നിൽക്കുന്നത്. ഇവിടെ കണ്ടതിലെല്ലാം മലയാളീസാണ് കൂടുതൽ. നമുക്കിവിടെ പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ചേഞ്ചിങ് റൂം അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ തൃപ്പരപ്പ് വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. അവന് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്